നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് മാറ്റം. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിൽ സാധാരണക്കാർ. സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിൽ മാറ്റം. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ. സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST. റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം. 1 ലിറ്റർ വെള്ളത്തിന്റെ വില 14 രൂപയായി കുറച്ചു. തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. തിങ്കളാഴ്ച മുതലാണ് പുതിയ GST പരിഷ്കരണം നിലവിൽ വരുന്നത്. ഇരട്ട സ്ലാബ് GST പരിഷ്കരണമാണ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരിക. 5%, 18% എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ. പുതുക്കിയ GST സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വില കുറയും. ആരോഗ്യ ഇൻഷുറൻസിലെ നികുതി, ജീവൻ രക്ഷാ മരുന്നുകൾ, പനീർ, വെണ്ണ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ വസ്തുക്കൾക്ക് നികുതി ഇളവുണ്ട്. സിമന്റ്, മാർബിൾ എന്നിവയ്ക്ക് വില കുറയും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് പരിഷ്കരണം. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് നേരത്തെ ധനമന്ത്രി ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു. സിമന്റ്, ഓട്ടോമൊബൈൽ, ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് കേരളത്തിൽ 2500 കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേരളം ഉൾപ്പെടെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ആവശ്യങ്ങൾ തള്ളിയായിരുന്നു കേന്ദ്രത്തിന്റെ GST പരിഷ്കരണം. ന്യൂസ് ഡെസ്ക്. റെയിൽവേ യാത്രയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റെയിൽ നീർക്കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം. 1 ലിറ്റർ വെള്ളത്തിന്റെ വില 14 രൂപയായി കുറച്ചു. തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ വരും. IRCTC വഴി വിതരണം ചെയ്യുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് കുറച്ചത്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വില 15 നിന്നും 14 കുറച്ചു. റെയിൽവേക്ക് പുറത്ത് 1 ലിറ്ററിന് 20 രൂപ വിലയിൽ വിൽക്കുന്ന വെള്ളമാണ് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിലും 14 രൂപയ്ക്ക് ലഭിക്കുക. 1/2 ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിന് 10 രൂപ എന്ന വില 9 രൂപയായും കുറച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിതരണം ചെയ്യുന്ന മറ്റ് ബ്രാൻഡുകളും പരമാവധി റെയിൽ നീരിന്റെ അതേ വില മാത്രമേ ഉപയോഗിക്കാവൂ എന്നും റെയിൽവേ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ 20 പ്ലാന്റുകൾ വഴിയാണ് രാജ്യത്തെ 410 റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും റെയിൽ നീർ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പ്ലാന്റ് ഉള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 46.46 കോടി കുപ്പിവെള്ളമാണ് റെയിൽവേ വിൽപ്പന നടത്തിയത്. ഇതുവഴി 378.58 കോടിയുടെ വിറ്റുവരവാണ് നേടിയത്. ഇത് IRCTCയുടെ ആകെ വരുമാനത്തിന്റെ 8.10%. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കടപ്പാക്കടയിലാണ് സമ്മേളനം നടന്നത്. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുക്തിബോധവും ശാസ്ത്രചിന്തയുമുള്ള ആളുകൾ നമുക്ക് ഒരു മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാലം മുന്നോട്ട് പോകുന്നത്. അരയിൽ ഒളിപ്പിച്ച തോക്കുമായി റോന്തിച്ചിട്ടുന്ന ഫാസിസ്റ്റ് ഭീകരതയെ നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ, അതിനെതിരായിട്ട് വലിയ കവചം തീർക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ജീവിതം ജീവിതാഭാസമായിട്ട് മാറും. സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ പാണന്റെ കുലമരിച്ചു കഴിഞ്ഞാൽ പാട്ട് പിന്നെ ആരും പാടുമെന്ന സച്ചിദാനന്ദന്റെ കവിതയിലെ വാചകം നമ്മളെയൊക്കെ തന്നെ ഇരുത്തി ചിന്തിക്കണം. സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവും അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സുധീഷ് ശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TR ശക്തിധരൻ, സംസ്ഥാന സെക്രട്ടറി ഷൂർനാട് ഗോപൻ, സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ത്രേസ്യ M. ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യം പുരോഗതി കൈവരിക്കുന്നത് മനുഷ്യവിഭവശേഷി വർദ്ധിക്കുമ്പോഴാണെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് പൊൻതൂവൽ 2ാം ഘട്ട വിതരണ ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യവിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനത്തോടെയാണ് പെരുമാറുന്നത്. വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡായ പൊൻതൂവൽ 2025 രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. But the most important development contributor is not highways, it's not airports, it's not buildings. Development depends on human development. So the most important contributor to the country's development is the human resource. KC വേണുഗോപാൽ MP അധ്യക്ഷത വഹിച്ചു. പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്ന, ക്യാമ്പസ് പകർന്നു തന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, സഹപാഠി ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ എന്നുള്ള ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ വടവൃക്ഷം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന് നമുക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാസയിലെ കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടിഞ്ഞു മരിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യമായാലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണീരോടെ മരിച്ചു വീഴുന്ന ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ വിരങ്ങളിക്കുന്നു. അത് നൽകുന്നത് ആ വിരങ്ങളിപ്പ് നമുക്ക് നൽകിയത് എവിടെ വെച്ചാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാമ്പസ് പകർന്നു തന്ന മാനവികതയുടെ വലിയ മുഖം. CR മഹേഷ് MLA സ്വാഗതം പറഞ്ഞു. സംവിധായകൻ കമൽ, എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ, നടൻ ചന്തു സലിംകുമാർ, സാഹിത്യകാരി നിംന വിജയ്, മുഹമ്മദ് ഹനീഫ്, സുധീർ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. സത്യത്തിൽ പൊൻതൂവൽ എന്ന പേര് കേട്ടത് ഇത് മനോഹരമായ പേരാണ്. ഗോൾഡൻ ഫെദർ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഹൃദയത്തോട് ചേർത്തെടുക്കാൻ തോന്നുന്നത് നമ്മുടെ മലയാളം. ആ പേര് ഈ പരിപാടി KC വേണുഗോപാൽ ചേരാദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന വലിയ ഒരു പൊൻതൂവലാണ് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ MLA ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയ 2006 തുടങ്ങിയ പരിപാടി അദ്ദേഹം പിന്നീട് MP ആയതിനു ശേഷം ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ പാർലമെൻ്ററി നിയോജകമണ്ഡലം മുഴുവൻ വ്യാപിപ്പിക്കുകയും ആലപ്പുഴയുടെ സമഗ്രമായ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയുടെ മികവിന് കൊടുക്കുന്ന അംഗീകാരമായി മാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. രാജ്യത്ത് പുതിയ GST പരിഷ്കരണം വരാനിരിക്കെ സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിലും മാറ്റം. GSTയിൽ മാറ്റം വരുന്നതോടെ സമ്മാന ഘടനയിലും മാറ്റം വരും. അതേസമയം ടിക്കറ്റ് വിലയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST ഏർപ്പെടുത്തുക. GST കൂട്ടുന്നതിനായി സമ്മാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഏജന്റിന്റെ കമ്മീഷനും കുറയും. സാധാരണ ലോട്ടറിയുടെ ആകെ സമ്മാനങ്ങളിൽ 6500-ഓളമാണ് കുറച്ചത്. ഇതോടെ സമ്മാനത്തുകയിൽ ആകെ 1 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ച മുതലാണ് പുതിയ GST നിരക്കുകൾ നിലവിൽ വരുന്നത്. നേരത്തെ 28% ലോട്ടറിയുടെ GST. ഇതാണ് 40% ഉയരുക. ടിക്കറ്റ് വില ഉയർത്താതെ തന്നെ GST നിരക്ക് വർധന നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും സംസ്ഥാന സർക്കാർ കുറച്ചത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിന്റെ വിലയിലും ആദ്യ സമ്മാനങ്ങളിലും മാറ്റമുണ്ടായിരിക്കില്ല. പക്ഷേ 5000 രൂപയുടെയും 1000 രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. നേരത്തെ സുവർണ കേരളം ടിക്കറ്റിൽ 21,600 പേർക്ക് 5000 രൂപയും 32,400 പേർക്ക് 1000 രൂപയും വീതം സമ്മാനങ്ങൾ ലഭിക്കുന്ന തരത്തിലായിരുന്നു ഘടന. ഇതാണ് കുറച്ചത്. ഇനി മുതൽ സുവർണ കേരളം ടിക്കറ്റിൽ 5000 രൂപയുടെ സമ്മാനങ്ങൾ 20,520 മാത്രമായിരിക്കും. 1000 രൂപയുടെ സമ്മാനങ്ങൾ 27,000-ആയും കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലാകെ സുവർണ കേരളത്തിൽ മാത്രം 6,480 ഭാഗ്യശാലികളുടെ കുറവാണ് വരാൻ പോകുന്നത്. സമ്മാനത്തുക കണക്കാക്കിയാൽ 1,08,00,000 രൂപയാണ് കുറയാൻ പോകുന്നത്. എന്നാൽ ടിക്കറ്റ് വില 50 രൂപയായി തന്നെ തുടരും. അതേസമയം ടിക്കറ്റ് വിൽപ്പന നടത്തിയാലും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കുമെങ്കിലും ആ കമ്മീഷനിലും കുറവ് വരുന്നുണ്ട്. സമ്മാനങ്ങൾക്കുള്ള പ്രൈസ് കമ്മീഷൻ 12% ഇതുവരെ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഏകദിന ചെറുകഥാ ശില്പശാല ചവറയിൽ സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പന്മന ക്യാമ്പസ് NSS യൂണിറ്റ്, ചവറ വികാസ് കലാ സാംസ്കാരിക സമിതി എന്നിവ സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്.
NSS യൂണിറ്റ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പന്മന ക്യാമ്പസും ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് ഏകദിന ചെറുകഥ ശില്പശാല ചവറ വികാസിൽ സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ ബി ഷിനിലാൽ, SR ലാൽ, ഡോക്ടർ KB ശെൽവമണി, സലിൻ മാങ്കുഴി, അനിൽ വേങ്ങോട്, PK അനിൽകുമാർ മൈനാഗപ്പള്ളി എന്നിവർ പ്രഭാഷണം നടത്തി. DP അഭിജിത്തൊക്കെ എഴുതുന്നൊരു കാലം, ആ ഒരു തലമുറ വരെ ഉള്ള 4-5 തലമുറ സജീവമായി മലയാളത്തിൽ കഥ എഴുത്തുകാരായിട്ടുണ്ട്. ഈ കഥ എഴുത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ മലയാള ചെറുകഥ സർവതല സ്പർശിയാണ്. സർവതല സ്പർശി എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനർത്ഥം അത് ജീവിതത്തിന്റെ സകല മേഖലകളെയും സ്പർശിക്കുന്നു. കാരണം മുമ്പ് മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് എഴുത്തുകാരായിരുന്നത് ഒരു വരേണ്യ വിഭാഗമായിരുന്നു. വിദ്യാഭ്യാസത്തിലേക്ക് ആക്സസ് കിട്ടിയ, അല്ലെങ്കിൽ വലിയ ഗ്രന്ഥാലയങ്ങളിലേക്ക് ആക്സസ് കിട്ടിയ, വലിയ പാരമ്പര്യമുള്ള അവരുടെ പിന്മുറക്കാരൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാന എഴുത്തുകാരായി നിന്നത്, മുഖ്യധാരയിലുള്ള മനുഷ്യർ. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രാദേശികത്വങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ കാലത്ത് തലമുറ കഥ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമുക്കറിയാം, മലയാളത്തിൽ ഒരുപാട് മലയാളമുണ്ട്. മലയാളത്തിനകത്ത് അസംഖ്യം മലയാളങ്ങളുണ്ട്. മലയാളം ഏകതാനമായ ഒരു ഭാഷയല്ല. നമ്മൾ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഭാഷ ആരും സംസാരിക്കാത്ത ഒരു ജഡഭാഷയാണ് നമ്മുടെ മാനക ഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ സംസാരിച്ചാൽ നിങ്ങളുടെ അമ്മ വടിയെടുത്ത് നിങ്ങൾ അടിക്കില്ലേ? അങ്ങനൊരു ഭാഷയില്ല. നമ്മൾ പത്രത്തിൽ കാണുന്ന ഭാഷ അത് വായിക്കാൻ വേണ്ടി മാത്രമല്ല. R ഗോപിനാഥൻ, രാജലക്ഷ്മി R, അനന്തു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണ മഹോത്സവത്തിന് വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ ഭൂഗർഭ ലൈൻ പരിഗണനയിലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. CR മഹേഷ് MLAയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ HT-LT ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിൾ ഇടാൻ 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 28ാം ഓണത്തിന് പ്രാദേശിക അവധി നൽകണമെന്നും CR മഹേഷ് MLA ആവശ്യപ്പെട്ടു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട് ഉത്സവത്തിന് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ വൈദ്യുതി ലൈനുകൾ ഭൂഗർഭ കേബിളാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. കെട്ടുകാഴ്ച കടന്നുപോകുന്ന 4 ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ കേബിൾ സ്ഥാപിക്കാൻ 75 കോടിയോളം രൂപ ചെലവാകുമെന്ന് നിയമസഭയിൽ CR മഹേഷ് MLAയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. ഒന്ന് തിരുവോണവും മറ്റൊന്ന് തിരുവോണം കഴിഞ്ഞ് 28ാമത്തെ ദിവസം 28 ഓണം ആഘോഷവും. ഓണാട്ടുകരയുടെ ഒരു ദേശീയ ഉത്സവമാണ് സർ. കൃഷി ഉപജീവനമായി കണ്ടിരുന്ന ഒരു ജനത വിളവെടുപ്പ് കഴിഞ്ഞാൽ കൃഷിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കന്നുകാലികളോടുള്ള ആദരസൂചകമായി, ദേശദേവനായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തോടുള്ള ഭക്തിസൂചകമായും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകാളുകളെ നിർമ്മിച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത. സർ, ഏതാണ്ട് 72 അടിയുള്ള ഏറ്റവും വലിയ കാള മുതൽ 7 മില്ലിമീറ്റർ വരെയുള്ള ചെറിയ കാളകൾ വരെ 100 കണക്കിന് കെട്ടുകാളുകളാണ്. ഒരുപക്ഷെ തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന ഒരു പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒക്ടോബർ 3-ാം തീയതി 28 ഓണമാണ് സർ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ ലൈൻ ഉള്ളത് കാരണം പല കാളുകൾക്കും വരാൻ തടസ്സമാണ്. എല്ലാ വർഷവും ക്ഷേത്ര ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അടയ്ക്കുന്നത്. ജീവനക്കാരുടെ ബുദ്ധിമുട്ടും സർ, കാലത്തിനനുസരിച്ച് ഇത് ആളുകൾക്ക്, സമൂഹത്തിന് ഈ ആഘോഷം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കൽപ്പാത്തി രഥോത്സവം പോലെ ഇലക്ട്രിസിറ്റി ലൈൻ അണ്ടർ കേബിൾ സിസ്റ്റമാക്കി മാറ്റി ചെയ്താൽ, അത് അങ്ങ് മന്ത്രിയായി വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു പ്രപ്പോസൽ എടുത്തു, എസ്റ്റിമേറ്റ് എടുത്തു, ഇതെല്ലാം സർക്കാർ സമർപ്പിച്ചാണ് സർ. ഇതുവരെയും ഒരു നടപടിയുമായിട്ടില്ല. മറ്റൊരു 2 കാര്യം, അത് അങ്ങയുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ശരി, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന, ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ ഏറ്റവും വലിയൊരു ഉത്സവം സർ പൊതു അവധിയായി അന്നത്തെ ദിവസം പ്രഖ്യാപിക്കണം എന്നുള്ളതും, ഈ ഉത്സവം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് നേതൃത്വപരമായും സാമ്പത്തികമായും സാംസ്കാരിക വകുപ്പിന്റെ സഹായം കൂടി ലഭ്യമാക്കണമെന്നും ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി. ഓണാട്ടുകരയുടെ വിവിധ ഭാഗങ്ങളിലെ കെട്ടുകാഴ്ചകളെത്തുമ്പോൾ വൈദ്യുത ലൈനുകൾ അഴിക്കാനും തിരികെ കെട്ടാനും വലിയ തുക ക്ഷേത്ര ഭാരവാഹികൾ വൈദ്യുതി ബോർഡിന് അടയ്ക്കണം. ഇതും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതും ഒഴിവാക്കാനാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കണമെന്ന് CR മഹേഷ് MLA ആവശ്യപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ HT-LT ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിളിടാൻ 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും മന്ത്രി പറഞ്ഞു.
സപ്ലൈകോഡിലെ ചട്ടമനുസരിച്ച് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് KSEBിക്ക് മുൻകൂറായി നൽകണം. MLA, MP എന്നിവരുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നോ അമ്പല കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നോ മറ്റു മാർഗങ്ങളിലൂടെയോ പണമടച്ചാൽ വേഗത്തിൽ കേബിൾ സംവിധാനത്തിലേക്ക് മാറാം. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ 28ാം ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന കാളകെട്ട് മഹോത്സവത്തിന് അമ്പലത്തിന്റെ പരിസരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 63 അടി ഉയരമുള്ള കാളക്കൊമ്പന്മാരുടെ രൂപങ്ങൾ തൊട്ട് ചെറിയ കാളയുടെ രൂപങ്ങൾ വരെ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാറുണ്ട്. ഓച്ചിറ, കരുനാഗപ്പള്ളി, നോർത്ത്, കായംകുളം, കൃഷ്ണപുരം എന്നീ ഇലക്ട്രിക് സെക്ഷനുകൾ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കെട്ടുകാളകളെ എഴുന്നള്ളിക്കുന്നത്. കാളകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാധാരണയായി കാളകളെ കൊണ്ടുവരുന്ന റൂട്ട് ക്ഷേത്ര ഭരണസമിതി മുൻകൂറായി KSEB ഓഫീസിൽ സമർപ്പിക്കുകയും അതനുസരിച്ച് ലൈൻ അഴിക്കുന്നതിനും കെട്ട് അഴിച്ചു നീങ്ങുന്നതിന് ശേഷം തിരിച്ചു സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവൃത്തികളുടെ ആവശ്യത്തിനനുസരിച്ച് KSEBയിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണസമിതിക്ക് കൈമാറുകയും തുക ഒടുക്കുന്ന മുറയ്ക്ക് പുസ്തക പ്രവൃത്തികൾ ഡെപ്പോസിറ്റ് വർക്കായി നടപ്പിലാക്കി വരികയുമാണ് ചെയ്യുന്നത്. കെട്ടുത്സവത്തിന്റെ സുരക്ഷയ്ക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് മേധാവി, KSEB, തദ്ദേശ വകുപ്പ്, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി സമിതി രൂപവൽക്കരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനം. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ NS നഗർ സ്വദേശി സെബാസ്റ്റ്യനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത്. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത്. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ NS നഗർ സ്വദേശി സെബാസ്റ്റ്യനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അവധിയെടുത്തതിനെ തുടർന്ന് ഉദയകുമാറിന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടി. പടപ്പക്കര NS നഗറിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കാനെത്തിയതാണ് ഉദയകുമാർ. വിവരം തിരക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും 2 പേർ ഉദയകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉദയകുമാർ കുണ്ടറ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി ഉദയകുമാറിനെ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെബാസ്റ്റ്യനെ സംഭവ സ്ഥലത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കൂടെയുണ്ടായിരുന്ന പ്രദീപ് ഓടി രക്ഷപ്പെട്ടു. മർദ്ദിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സാങ്കേതിക വിദ്യകൾ വർദ്ധിക്കുമ്പോഴും കുടുംബ കോടതികളിലെ കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. നിലവിലുള്ള കോടതികളിലെ കേസുകൾ പരമാവധി വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുടുംബ കോടതി ഉദ്ഘാടനം ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു. സാങ്കേതിക വിദ്യകൾ വളർന്നു വരുന്ന ഇക്കാലത്ത് കുടുംബ കോടതിയിൽ വരുന്ന കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതേപോലെ സാങ്കേതികവിദ്യ പലതരത്തിലും വേഗത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ വേഗമെല്ലാം ഉള്ളപ്പോഴും ഫാമിലി കോടതികളിലെ കേസുകൾ കൂടുന്നു എന്നുള്ളത് ആണ് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഒരു വശത്ത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് കൂടി വരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കോടതികൾ തീരുമാനിക്കേണ്ടതല്ല, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ എന്നാലും ഈ നിലവിലുള്ള കോടതികളിലെ കേസുകൾ പരമാവധി വേഗത്തിൽ ആളുകൾക്ക് അവരുടെ ജീവിതവുമായി കോടതിയിലേക്ക് കയറിയാൽ എന്നും അങ്ങനെ പോകണം എന്നുള്ളതിനേക്കുള്ളൊരു തടസ്സം, ജീവിതത്തിൻ്റെ മറ്റു പരിപാടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, അതുപോലെ ഒരു വക്കീലിന് തന്നെ പല സ്ഥലത്തെ കോടതികളിൽ എത്താൻ പറ്റുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നം, അതൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതത് സെൻറ്ററുകളിൽ ചെയ്യുന്ന സാധാരണ വക്കീലന്മാരുടെ കാര്യം എന്താണെന്നുള്ളത് വേറൊരു വശമാണിത്. കുടുംബ കോടതിയുടെ ഉദ്ഘാടനം ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു. ഇപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു സൈഡ് കാണത്തില്ല, വിൽ ബി അബ്രോഡ്, ഇല്ല വേറെ സ്റ്റേറ്റിൽ ജോലിക്ക് പോയിരിക്കുക. ഇത്തരം ഫസ്റ്റ് അപ്പിയറൻസ് ഇനീഷ്യലി നമുക്ക് മീഡിയേഷൻ, കൺസിലിയേഷൻ ഒരു റെഫറൻസ് ഉണ്ട്. അന്നേരം ബോത്ത് സൈഡ്സ് ഷുഡ് ബി പ്രസൻറ്റ് ബിഫോർ ദ കൺസിലിയേറ്റർ. അതിനൊക്കെ തടസ്സങ്ങൾ വരുന്നു സ്ഥലത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ സമയം പിന്നെ നീണ്ടു, പാർട്ടീസ് തമ്മിലുള്ള റീയൂണിയനുള്ള ഒരു പോസിബിലിറ്റീസ് കുറയും. അതിനൊരു എങ്ങനെ അത് ഒന്ന് ഓവർകം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ ഒരു പാർട്ടൂടാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് സതീഷ് നൈനാൻ ഡിജിറ്റൽ സാങ്കേതികതയുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി NV രാജു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് മാറ്റം. ഗുണം ലഭിക്കുമോ എന്ന ആശങ്കയിൽ സാധാരണക്കാർ. സംസ്ഥാനത്ത് ലോട്ടറിയുടെ GSTയിൽ മാറ്റം. പുതിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22 മുതൽ. സംസ്ഥാനത്ത് ലോട്ടറിക്ക് 40% GST. റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ തീരുമാനം. 1 ലിറ്റർ വെള്ളത്തിന്റെ വില 14 രൂപയായി കുറച്ചു. തിങ്കളാഴ്ച മുതൽ വിലക്കുറവ് പ്രാബല്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.